നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളും വരുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡ്രൈവർ അമ്മ എന്ന വിളിപ്പേരിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം അറിയപ്പെടുന്ന 75 വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും വാഹനങ്ങൾ പുഷ്പം പോലെ കൊണ്ടു നടക്കുന്ന 12ഓളം കാറ്റഗറി ലൈസൻസ് ഉള്ള മണിയമ്മ എന്നറിയപ്പെടുന്ന ഡ്രൈവർ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം. 75 വയസ്സായി. ഈ 75-ാം വയസ്സിലും വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നു. അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാണ്. ഈ ഡ്രൈവിംഗ് ഒരു പാഷനായിട്ട് വരാനുള്ളൊരു കാരണം എന്താണ്? അത് പാഷനായിട്ട് വരാൻ കാരണം ആദ്യം തുടങ്ങി തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വണ്ടിയും പഠിപ്പിക്കലും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ആയി വന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. അല്ല, എല്ലാവർക്കും ഒരു സംശയമുള്ളത് ഈ 12 ടൈപ്പ് ഓഫ് ലൈസൻസ് എന്ന് പറയുമ്പോൾ അത് അവിടെയാണ് എല്ലാവർക്കും ഒരു കൗതുകം ഉള്ളത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതിലേക്ക് വന്നത് ആദ്യം 4 വീലറിൻ്റെ ലൈസൻസ് എടുത്ത്, ഈ 4 വീലറിൻ്റെ ലൈസൻസ് എടുത്ത് 3 വർഷം കഴിയാതെ ഹെവി ലൈസൻസ് അന്ന് കിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പായിട്ടാണ് അന്ന് 4 വീലർ ലൈസൻസ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഹെവി ലൈസൻസ് എടുക്കണം. ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തണമെങ്കിൽ 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. അയാൾക്ക് 5 വർഷം ലൈസൻസ് എടുത്തിട്ട് 5 വർഷമാകണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് അതിന് വേണ്ടിയാണ് ഈ ലൈസൻസൊക്കെ അന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് 2013 ആയപ്പോൾ നമ്മളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ എല്ലാത്തരം എക്യുപ്മെൻറ്റ്സും ആയി തുടങ്ങി. അപ്പോൾ 2014 ആയപ്പോൾ ഞാനും ആ എല്ലാ ലൈസൻസും എക്യുപ്മെൻറ്റ്സിൻ്റെ അതിപ്പോൾ ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിൻ, JCB, റോഡ് റോളർ, ട്രാക്ടർ, അങ്ങനെയുള്ള എല്ലാ ലൈസൻസും അന്നേരം നമ്മളുടെ ഒരു സ്ഥാപനത്തിലുള്ളത് കൊണ്ടായിരിക്കാം അതെല്ലാം എടുക്കാനായിട്ട് സാധിച്ചത്. ആദ്യമായിട്ട് ഓടിച്ച വണ്ടി ഏതാണെന്ന് പറഞ്ഞത്? ആദ്യമായിട്ട് ഓടിച്ച വണ്ടി എന്ന് പറയുന്നത് അംബാസഡറാണ്. അംബാസഡർ അന്ന് നമുക്ക് ടൂറിസ്റ്റ് ടാക്സി ആയിട്ട് ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്ര കാറിലല്ല അങ്ങനെ പോകലെല്ലാവരും. അത്യാവശ്യം 2 വീലറുള്ളവർ 2 വീലറിൽ പോകും, അല്ലെങ്കിൽ നടന്നോ ബസ്സിനൊക്കെ പോകും. പക്ഷേ ആ കാലയളവിൽ ടൂറിസ്റ്റ് ടാക്സി ഇട്ടിട്ടുണ്ടായിരുന്ന അന്നേരം അതിലാണ് ഈ ഡ്രൈവിംഗ് പഠിച്ചത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂള് നമ്മളുടെ ആണല്ലേ? അതെ, മണിയമ്മയുടെ പേര് തന്നെയാണ്. എൻ്റെ പേരിൽ തന്നെയാണ്. 2 വർഷത്തോളം കേസ് പറഞ്ഞാണ് ആ ലൈസൻസ് എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചത്. എന്നുവെച്ചാൽ നമ്മളുടെ ഇവിടെ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കില്ലായിരുന്നു, ഹെവി ലൈസൻസ് കൊടുക്കില്ല. 4 വീലർ ലൈസൻസൊക്കെ എല്ലാ RT ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യും, പക്ഷേ ഹെവി ലൈസൻസ് ഇഷ്യൂ ചെയ്യില്ല. അതിന് മെയിൻ RT ഓഫീസിൽ ചെയ്യുകയുള്ളായിരുന്നു. പക്ഷേ അതിന് ഇവിടെ സാധ്യത ഇല്ലാത്തതുകൊണ്ട് അതിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കേസ് പറഞ്ഞ് അതിനുള്ള ഒരു സാങ്ഷൻ, ഒരു ലേഡി എന്ന നിലയിൽ എനിക്കാണ് ആദ്യം, എനിക്കും അനിയനും ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും എൻ്റേത് മാത്രമാണ് പാസ്സായത്. അങ്ങനെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു ഉടമയാകാനായിട്ട് എനിക്ക് സാധിച്ചു. എനിക്ക് 1980-കളിലാണെന്ന് തോന്നുന്നത് അല്ലേ? അതെ, 80-കളിൽ തുടങ്ങി. പിന്നീട് എനിക്ക് തോന്നുന്നു 2003-4 കാലഘട്ടമായപ്പോൾ കുറച്ച് നാളൊന്ന് ഇതിൽ നിന്നൊന്ന് വലിഞ്ഞ് വീട്ടിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് മക്കളാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മക്കളാണ് എന്നെ ഇതിലോട്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ചടഞ്ഞുകൂടിയിരിക്കും തോറും നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലേ ആവുള്ളൂ. പിന്നെ എനിക്ക് എന്ത് ജോലിയും ചെയ്യാനായിട്ടൊരു ഇതുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അപ്പം എല്ലാ കാര്യത്തിലും എന്ത് ജോലിയാണെങ്കിലും അത്ര അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും അതിലൊക്കെ ഇടപെടും. വീട്ടുകാര്യത്തിലും
ജോലിക്കാര്യത്തിലും ഓഫീസ് കാര്യത്തിലും ഒക്കെ ഇടപെടുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ആകാൻ സാധിച്ചു എന്നാണ് ഞാൻ പറയാനുള്ളത്. നമ്മൾ മടി പിടിച്ചിരിക്കാതെ ഒരു കാര്യവും നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തതില്ല. എന്ത് കാര്യത്തിനും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് നടക്കും. മക്കളും ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഫീൽഡുകളിൽ എല്ലാവരും ഉണ്ട്. മക്കളും ഉണ്ട്. പേരക്കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. പേരക്കുട്ടികളാണ്. എന്നെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കാത്തത് പേരക്കുട്ടികളാണ്. എനിക്ക് കഴിയില്ല, ഞാൻ ഇത്ര വയസ്സായില്ലേ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലൊന്നും അവരെന്നെ സമ്മതിക്കണില്ല. അതായത് ഈ പ്രായം കൂടിയ ലൈസൻസിന്റെ കാര്യം വരുമ്പോൾ മണിയമ്മയുണ്ട്, പ്രായം കുറഞ്ഞ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഒരാളും ഉണ്ട്. അങ്ങനെയുണ്ട്. എല്ലാവരും ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും കൂടുതൽ ലൈസൻസ് ഉള്ള റെക്കോർഡ് അവിടെ ഉണ്ട്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായത് എൻ്റെ മോളാണ്. ആദ്യമായിട്ട് ഈ പോളിടെക്നിക്കിലൊന്നും പെൺകുട്ടികൾ ചേരില്ലല്ലോ നേരത്തെ. ആദ്യമായിട്ട് കളമശ്ശേരിയിൽ 3 കൊല്ലത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പഠിച്ച് പാസ്സായത് എൻ്റെ മോള് തന്നെയാണ്. അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ റെക്കോർഡുകൾ ഓരോരുത്തരും. മറ്റൊരു റെക്കോർഡ് കൂടി ഉണ്ട്. അതായത് ഈ 75 വയസ്സ്, എനിക്ക് 73-ാമത്തെ വയസ്സിൽ ഒരു ബിരുദം പാസ്സായി. അതെ, പാസ്സായി. ഓട്ടോമൊബൈൽ ഡിപ്ലോമ 1 ഇയർ കോഴ്സ്. അത് പഠിച്ച് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ചെയ്ത് തന്നെ പാസ്സായി. അത് ബാക്കിയുള്ളവർക്ക് വലിയ ഇൻസ്പിറേഷൻ ആണ്. തീർച്ചയായിട്ടും. അത് ഞാനും 2 മക്കളും പേരക്കുട്ടിയും മരുമകളും ഒന്നിച്ചാണ് പഠിക്കാൻ പോയത്. അപ്പം തന്നെ കോളേജിലൊരു ഉത്സവം പോലെ ആയിരുന്നു. ഫാമിലി ഒന്നിച്ച് എന്ന് പഠിച്ച് അതൊരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു. മറ്റൊരു കാര്യം, അതായത് ഈ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകൾ അവർക്കൊരു വലിയ ഒരു ഇൻസ്പിറേഷനാണ്, പ്രചോദനം തന്നെയാണ്. അതെ, അതായത് വെറുതെ ഇരിക്കരുത് എന്നൊരു ഇത്. വെറുതെ ഇരുന്നാലും നമ്മൾ ഇരുന്നു പോകും, പല അസുഖങ്ങളും ആവും. നമ്മുടെ മനസ്സിൻ്റെ ഇതുകൊണ്ട് മനസ്സാണ് കൂടുതലും അസുഖങ്ങളെ വരുത്തിയിട്ട്. അപ്പം നമുക്ക് ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് അസുഖമൊന്നും ഇല്ലാതെയൊന്നുമില്ല, അതൊക്കെ ഉണ്ടെങ്കിലും ഞാനത് മറികടന്ന് ഇങ്ങനെ. ഇത്രത്തോളം വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, യാത്രകളൊക്കെ പോകുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡ്രൈവ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ഇപ്പം മൂന്നാർ ഒരു ഡ്രൈവിന് പോയി. പിന്നെ എനിക്ക് അങ്കമാലിലൊരു ഓഫ് റോഡ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി പോയതൊന്നുമല്ല, അവിടെ ഫങ്ഷന് പ്രസൻറ്റേഷൻ കൊടുക്കാൻ പോയതാണ്. അപ്പോൾ അവരെന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ഞാനും ആ ഓഫ് റോഡ് ചെയ്തു. ഓഫ് റോഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ത്രില്ലായി പോയി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അതൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ തെറിപ്പിച്ചിങ്ങനെ പോയാൽ. ഈ ഓഫ് റോഡും ഈ അല്ലാതുള്ള റോഡിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ മണിമേ? ഓഫ് റോഡ് പോയാൽ നമ്മൾ ആരെയും വേറെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. പോയാൽ നമ്മൾ പോകും, വണ്ടിയും പോകും, അത്രേ ഉള്ളൂ. ചിന്തിച്ചാൽ മതി. പക്ഷെ റോഡിൽ പോകുമ്പോൾ നമ്മൾ നാട്ടുകാരെയും വീട്ടുകാരെയും ഇടക്കുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കണം. ഓഫ് റോഡ് പോകുമ്പോൾ കുറച്ച് വേറെ ഒരു തരത്തിലുള്ള പേടിയും നമുക്കില്ല. പേടിയില്ലാത്തതുകൊണ്ടാണല്ലോ ഓഫ് റോഡ് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സേഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ കഴിഞ്ഞ കുറച്ച് നാളായിട്ടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു. അതായത് സാധാരണ ഗതിയിൽ മോളുടെ വീട്ടിലേക്ക് ബസ് കയറി പോകുന്ന അമ്മമാരുണ്ട്, എന്നാൽ ഒരു ബസ് ഓടിച്ചുകൊണ്ട് മോളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു അമ്മ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വൈറലായിരുന്നു. അതൊക്കെ ഓരോ സാഹചര്യത്തിന് അനുസരിച്ചത് അങ്ങനെ ചെയ്തു പോകണതാണ്, അല്ലാതെ അതൊരു മനപ്പുറം. പിന്നെ അന്നേരം നമുക്ക് ഇത് വീഡിയോ ഉള്ളത് കൊണ്ട് അത് ഫോട്ടോ എടുത്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പും വണ്ടി ഓടിച്ച് ആലപ്പുഴയിലൊക്കെ പോയിട്ടുണ്ട്. അന്നേരം ഒന്നും മീഡിയ ഇങ്ങനെ സജീവമായിട്ടില്ലായിരുന്നു. മറ്റേ ഈ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോഴേ, അതായത് പലരും ലൈസൻസ് ഉണ്ട് പക്ഷേ വാഹനം ഓടിക്കില്ല, പലപ്പോഴും പേടിയാണ്. അപ്പൊ അത് എങ്ങനെയാണ്? അത് പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അപകടവും നമുക്ക് വരാനുണ്ടെങ്കിൽ അത് വന്നിരിക്കും. പിന്നെ കൺട്രോള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് വാഹനം ഓടിക്കൽ. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കുന്നവരാണെങ്കിൽ അതിന് പിന്നെ റീഫ്രഷ് ചെയ്ത് അത് നല്ലതായിട്ട് തറവാക്കി നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കും. എനിക്കിത് കഴിയും എന്ന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക.
പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, എനിക്ക് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ലൈസൻസ് എടുത്തിട്ട് വാഹനം വണ്ടി ഓടിക്കാതിരിക്കുന്നത്. അതെ, അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അവർക്ക് വേണ്ടി ഇപ്പം ഞങ്ങൾ പ്രത്യേകം കോഴ്സുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പലരും വന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എടുക്കാത്തവരും ധാരാളം ഉണ്ട്. പക്ഷെ അവരൊക്കെ പേടിച്ചിട്ടാണ് എടുക്കാത്തത്. പിന്നെ ചിലരുടെ വീട്ടിലുള്ള ഒരു ഓടിക്കാൻ സമ്മതിക്കില്ലാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ഓടിക്കാൻ ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ് കൂടുതലും. പേടിയുണ്ട്. ആ പേടി മാറ്റിയാൽ നമുക്ക്, അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ നമ്മുടെ പേടി മാറുള്ളൂ. അല്ലാതെ വേറൊരാൾക്ക് ചെയ്തു തരാൻ പറ്റിയ ഒരു കാര്യമല്ല പേടി മാറ്റുന്നത്. അവനവൻ തന്നെ വിചാരിക്കണം, മനസ്സിനെ അവനവൻ തന്നെ പാകപ്പെടുത്തിയെടുക്കണം. പിന്നെ നമ്മുടെ റോഡിലേക്ക് വരുമ്പോൾ ഈ ലൈസൻസ് എടുത്താൽ പോലും റോഡിൽ വേണ്ട കുറച്ച് നമ്മൾ സ്വന്തമായിട്ട് നമ്മളിലേക്ക് എന്താണ് ഇത് ചെയ്യേണ്ടത് കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം റോഡിൽ നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ട് ഒരു പച്ച കത്തിയാൽ അപ്പം തന്നെ ഹോൺ അടിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ റോഡിൽ പ്രധാനമായിട്ടും ക്ഷമ എന്നൊരു കാര്യം തീർച്ചയായിട്ടും ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് സൈക്കോളജി പോലെ. ഇപ്പോൾ ഒരാൾ ഒരു വണ്ടിയായിട്ട് വന്നതാ അല്ലെങ്കിൽ ഒരാൾ നടന്നു പോണതാ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. അതിനനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ ആക്സിഡൻറ്റ്സ് കുറവായിരിക്കും. സ്ത്രീകളാണ് ഒരു പപ്പര എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ ഒരു ഹോൺ അടിക്കുകയാണെങ്കിൽ അവരുടെ കൺട്രോളേ പോകും. അതെ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുക. അതെല്ലാം നമ്മൾ തന്നെ, ഏതൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണ ഒരാളും ഈ ഇതെല്ലാം പാലിക്കേണ്ടതാണ്. ഇപ്പോൾ റാഷ് ഡ്രൈവ് ചെയ്യണ ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിലത്തെ തന്നെ ആൾക്കാർ അങ്ങനത്തതാണ്. എന്നുവെച്ചാൽ ഒരു സ്ഥലത്തും സമയത്ത് പോവില്ല, സമയത്തിറങ്ങാതെ ഇതെല്ലാം റോട്ടിലാണ്. പക്ഷെ അവർക്ക് അതിനുള്ള കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ എതിരെ വന്നവനായാലും സൈഡിൽ കൂടി വന്നവനായാലും ശ്രദ്ധിച്ച് തന്നെ വേണം വണ്ടി ഓടിക്കാൻ. പിന്നെ റോഡ് നിയമങ്ങൾ നമ്മളെല്ലാവരും പാലിക്കാൻ. ഒരു സീബ്ര ക്രോസിങ്ങിൽ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് സ്ലോ ചെയ്താൽ അവരൊന്നും കടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കാം. അതൊന്നും വിചാരിക്കാതെ പോണ ധാരാളം ആൾക്കാരുണ്ട്. റോഡ് നിയമങ്ങൾ എല്ലാവരും പാലിച്ചാൽ കുറച്ചെല്ലാം ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാം. പിന്നെ കൂടുതലും ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്ന ഡ്രഗ്സ്, ഉറക്കം, അങ്ങനെ. ഇപ്പം നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ ഉറക്കം വന്നാൽ എവിടെയെങ്കിലും നിർത്തി ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് പോവുക. ആ സമയം നഷ്ടപ്പെടുകയൊന്നുമില്ല. ആ സമയം നമുക്കത് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ കുറച്ചെല്ലാം അധികം ആക്സിഡൻറ്റ്സ് ഒഴിവായി കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് വാഹനങ്ങൾ പലതും ഓടിച്ചു, മറ്റേ താരം കൊണ്ട് ഓഫ് റോഡ് പോയി, എന്താണ് ഈ വലിയ വാഹനങ്ങളൊക്കെ ഇവിടെയൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറേ വാഹനങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഏകദേശം എത്രത്തോളം വാഹനങ്ങൾ, ഏതൊക്കെ കാറ്റഗറിയുള്ള വാഹനങ്ങൾ നമ്മുടെ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ? ഇവിടെയുള്ള എല്ലാ വണ്ടികളും തന്നെ ഞാൻ ഓടിച്ചിട്ടുള്ളവയാണ്. പുതിയത് വന്ന് ഇപ്പോൾ സൂം ലൈൻ എന്ന് പറഞ്ഞൊരു വണ്ടി വന്ന്, അതും എന്നെ കൊണ്ട് ഓടിപ്പിച്ചാന്ന് വെച്ചാൽ പുതിയത് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അത് ഇവിടെ ഇല്ല, കളമശ്ശേരിയിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് അവിടെ പോയി അങ്ങനെ എല്ലാ വണ്ടികളും പുതിയത് നമ്മൾ ഏതെടുക്കുന്ന വണ്ടി, ഇപ്പോൾ ഹൈ റീച്ച് വണ്ടികളുണ്ട്. ഈ ഫോർക്ക് ലിഫ്റ്റിൻ്റെ തന്നെ വലിയ ഒരു സാധനമാണ് ഹൈ റീച്ച്. അത് കറണ്ടിലാണ് 365 ഡിഗ്രിയിൽ കറങ്ങിയിട്ട് ഓടിക്കണം. അതൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഏത് വണ്ടി വന്നാലും അതൊക്കെ ഓടി. അപ്പം ഈ ഹസാഡസ് ലൈസൻസിൻ്റെ ഒരു കാര്യമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കണ്ട സമയത്ത്, അതായത് അതിന് പ്രത്യേകം ലൈസൻസ് വേണം എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അല്ല, ഹസാഡസിന് വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ല. ഹസാഡസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകണ ഒരു ഇതാണ്. അതിന് തിയറി പഠിച്ചിട്ട് അതിൻ്റെ പരീക്ഷ എഴുതി പാസ്സാകണം. എന്നിട്ട് ആ ലൈസൻസ് നമ്മുടെ ലൈസൻസിലോട്ട് ആഡ് ചെയ്യണം. അങ്ങനെയാണ്. ഇപ്പോൾ 4 വീലറുള്ള ആൾക്കാർക്കും എടുക്കാം, ഹെവി ഉള്ളവർക്കും ഒക്കെ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്യാസ് സിലിണ്ടർ അല്ലാത്ത വണ്ടിയിൽ കൊണ്ടുപോകണത് തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും 2 വീലറിലും കാറിലും ഒക്കെ ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചോ. അതേസമയം ഹസാഡസ് ഉള്ള ഒരാളാണെങ്കിൽ അതിൽ തെറ്റില്ല. എന്ന് വെച്ചാൽ ട്രെയിനിങ് ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്യാസ് ലീക്ക് ആയാൽ എന്ത് ചെയ്യണം, ഒരു അമോണിയം ലീക്ക് ആയാൽ എന്ത് ചെയ്യണം, എന്ത് സാധനം കൊണ്ടുപോകുമ്പോൾ ലീക്കാകാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം. ചിലത് നമ്മൾ മണ്ണ് വാരി ഇടേണ്ടതായിരിക്കും. ഓരോന്നിനും ഓരോ തരത്തിലുള്ള പ്രിവെൻറ്റീവ് ഉണ്ട്. അതെല്ലാം ഇങ്ങനെ
കാണിച്ചു കൊടുത്തിട്ടാണ്, പ്രാക്ടിക്കൽ കാണിച്ചു കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ അവിടെ ചെയ്യുന്നുണ്ട്. 3 ദിവസം അതിൻ്റെ ക്ലാസ് കൊടുക്കും. അല്ല 11 മണി മുതൽ 5 മണി വരെ അതിൻ്റെ ക്ലാസ് കൊടുത്തിട്ടാണ് അതിന് പരീക്ഷ എടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട്, നമുക്കൊന്ന് അവരെ കാണാം. ഹലോ, നിങ്ങൾ 31ാമത് ബാച്ചിൻ്റെ ആൾക്കാരാണ് അല്ലേ? എല്ലാവരും എത്തിയിട്ടുണ്ടാ? ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? തിയറിയാണോ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ 1 വർഷം കൊണ്ട് തന്നെ നിങ്ങളൊരു വലിയ ആൾക്കാരാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറന്മാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് എത്ര ട്രാക്കുകളുണ്ട്? ഇതിപ്പോൾ ഒരെണ്ണം മാത്രമാണ്. ഇതിപ്പോൾ ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം കൂടി കളമശ്ശേരിയിലുണ്ട്. മണിയമ്മ, ഈ ഡ്രൈവിങ് ഒരു ജോലിയാക്കാൻ അല്ലെങ്കിൽ പഠിച്ച് അതൊരു ജോലി ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് എന്താണ് പറയാനുള്ളത്? അവർക്ക് ധാരാളം ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം ഉണ്ട്, പുറത്തോട്ടും ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ പാഷൻ അനുസരിച്ചുള്ള ജോലി ചെയ്താലായിരിക്കും. ഇപ്പോൾ ഡ്രൈവിങ്ങിനോടാണ് പാഷനെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി ചെയ്താലായിരിക്കും നമുക്കൊരു സംതൃപ്തി കിട്ടുക. നമുക്കിഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യണേക്കാളും എപ്പോഴും നമുക്കിഷ്ടമുള്ള ഒരു ജോലി ചെയ്യുക. അപ്പോൾ ഏതൊരാൾക്കും എന്ത് തരം ബുദ്ധിമുട്ടുള്ള വാഹനങ്ങളുണ്ട്, ബുദ്ധിമുട്ട് കുറഞ്ഞ വാഹനങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള വാഹനങ്ങളും പഠിച്ച് ലൈസൻസ് എടുക്കാൻ ആവുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ A-Z ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഏത് തരത്തിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരും ഈ A-Z ബന്ധപ്പെട്ടാൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഡ്രൈവിംഗ് പഠിച്ച് വണ്ടിയുമായി അല്ലെങ്കിൽ വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നവരോട് എന്താണ് പറയാനുള്ളത്? വണ്ടി ഓടിച്ച് പഠിച്ച് ലൈസൻസ് എടുത്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണും അടച്ച് നമ്മൾ വണ്ടി ഓടിക്കാൻ വിചാരിക്കരുത്. വളരെ കെയർഫുള്ളായിട്ട്, വളരെ പേഷ്യൻസ്, ക്ഷമയോടുകൂടി, വളരെയധികം ക്ഷമയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ഓടിച്ച് ഒരു അപകടമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. എനിക്ക് 3 മക്കളാണ്, 2 ആൺകുട്ടി 1 പെൺകുട്ടി. മകളും ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്. അയാൾ പക്ഷേ എസ്റ്റാബ്ലിഷ് ആയില്ല. അയാൾക്ക് അത്ര വേണ്ട. അയാളുടെ മക്കളൊക്കെ പുറത്താണ്, ഹസ്ബൻഡും പുറത്താണ്. അപ്പം പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആളില്ല. കോട്ടയം വൈക്കത്താണ് അയാൾ. പിന്നെ 2 മക്കളിൽ ഒരാൾ ആണ് ഇതിൻ്റെ മേൽനോട്ടം. അതിൻ്റെ മക്കളും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ ഒരാൾ കൺസ്ട്രക്ഷനും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും വേറെ വേറെ ആണെങ്കിൽ ആരും ഒന്നും എല്ലാവരും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള ഒരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുണ്ട ഈ ട്രെയിലറിൽ ധാരാളം വിദേശത്തും സ്വദേശത്തും ധാരാളം ജോലി സാധ്യതയുള്ള ഒരു വാഹനമാണ് അത് ട്രെയിലർ. അതിൽ കണ്ടെയ്നറും കൂടി വെച്ച് പഠിപ്പിക്കും. പക്ഷേ അത് വിദേശത്തോട്ട് ഞങ്ങളുടെ അവിടെ കളമശ്ശേരിയിൽ ഇവിടെയും റിക്രൂട്ട്മെൻറ്റിനൊക്കെ ആൾക്കാർ വരും. അവർ കൂടുതലും എടുക്കുന്നത് ട്രെയിലറിലെ ആൾക്കാരെയാണ് കൂടുതലും എടുക്കുന്നത്. പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ട്രെയിലർ പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഇത് ഈ ചെറിയ ട്രെയിലറിൽ തിരിയാൻ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ വലിയ ട്രെയിലറിൽ തിരിയാൻ പറ്റൂ. ഇതിന് പകരം നമ്മൾ ചെറിയ വണ്ടി അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടല്ലേ? അതില് തിരിച്ച് ഇവർക്കൊരു ഐഡിയ കിട്ടണത് വരെ അതിൽ തിരിപ്പിച്ചിട്ടാണ് പിന്നെ ഇതിലോട്ട് തിരിഞ്ഞത്. പിന്നെ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ് കണ്ടെയ്നറും കൂടി വെച്ചിട്ട്. ഇതിന്റെ മുകളിൽ കണ്ടെയ്നർ വെച്ചാൽ നമുക്ക് ഗ്ലാസ്സിലൊന്നും കാണാം, ബ്ലാക്ക് ഇത് ബ്ലൈൻഡ് സ്പോട്ടാവും.
അപ്പോൾ അതിന് ഒരു പ്രത്യേകം ക്ലാസ് എടുത്തിട്ടാണ് അതിനുമൊക്കെ ധാരാളം വിദേശത്തേക്ക് ധാരാളം ആൾക്കാരെ അന്വേഷിച്ച് നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റും നടക്കുന്നുണ്ട് പല രാജ്യത്തേക്കും. അതിലൊന്നും നമ്മൾ ഇൻവോൾവ് അല്ല. ആൾക്കാർ നമ്മൾ അവർക്ക് വേണ്ടി വണ്ടി കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ സ്ഥലം കൊടുക്കും, ഇത്രയും ചെയ്യും. ഇത്രയും വണ്ടികൾ ഓടിച്ചതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ബോക്സ് വെച്ചിട്ട്, കണ്ടെയ്നർ ബോക്സ് വെച്ചിട്ട് ട്രെയിലർ ഓടിച്ചതാണ്. ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൊച്ചുമോനൊക്കെ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ധൈര്യം, ഞാൻ അറിയാതെ തന്നെ എനിക്കതിനൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഭയങ്കര കൊച്ചുമോൻ ഫുൾ സപ്പോർട്ടായിട്ട് കൊണ്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അയാളാണ് എന്നെ ഇങ്ങനെ ഇപ്പോൾ ഇതിലോട്ട് ഞാൻ മതിയാക്കെന്ന് പറഞ്ഞാലോ അയാൾ എന്നെ ഇതിൻ്റെ അങ്ങേറ്റത്ത് കൊണ്ട് എത്തിക്കാനായിട്ടുള്ള പരിശ്രമമാണ്. നമ്മളുടെ A to Z തന്നെയാണോ? അതോ A to Z എല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ തന്നെ അയാളാണ്. നേരത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ മാത്രമായിരുന്നു. ഇപ്പോൾ ഇത് A to Z ഇൻസ്റ്റിറ്റ്യൂട്ടായി 1 ഇയർ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കോഴ്സുകളുടെയും നിർമ്മാതാവ് അദ്ദേഹമാണ്. അയാൾ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി, അത് കഴിഞ്ഞ് MBA എടുത്ത് അങ്ങനെ പഠിത്തവും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ നടന്ന് എല്ലായിടത്തുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ എല്ലാം മുത്തശ്ശിയെ കൊണ്ട് പ്രാവർത്തികമാപ്പിക്കാം. തീർച്ചയായിട്ടും. അവൻ്റെ അച്ഛനും നല്ല ഒരു എന്നത് ഇപ്പം നമുക്ക് പറയുമ്പോൾ ഏറ്റവും നല്ലത് എൻ്റെ മോനായിരിക്കും ഏറ്റവും നല്ലൊരു ഡ്രൈവറെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവരെയും നമ്മുടെ സ്വന്തമായിട്ട് കണ്ടിട്ട് അവരെ നല്ല ഡ്രൈവർമാരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദി. അപ്പോൾ ഡിജി ഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്.